ഹലോ എവരിവൺ. കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജിലേക്കും ഫാർമസി കോളേജുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ കീം എന്ന് പറയുന്നത്. 2026 കീം എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റുകൾ താൽക്കാലികമായിട്ട് മീഡിയ ത്രൂ ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 15 മുതൽ 21 വരെയാണ് എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കീം എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയവും ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കീം എക്സാമിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. സോ കീം എക്സാം എന്ന് പറയുന്നത് ഒരു CBT മോഡലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. ഇപ്പോൾ CBT മോഡലിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 years ആയിട്ടുള്ളൂ. അതിന് മുന്നേ പെൻ ആൻഡ് പേപ്പറായിട്ട് അല്ലെങ്കിൽ OMR ഷീറ്റിലാണ് നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ CBT മോഡലിലേക്ക് വന്നപ്പോൾ എക്സാമിൻ്റെ പാറ്റേണിലും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. കീം എൻട്രൻസ് എക്സാമിനേഷന് 3 സബ്ജക്റ്റുകളാണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഫിസിക്സ്, രണ്ടാമത്തേത് കെമിസ്ട്രി, പിന്നെ മാത്തമാറ്റിക്സ്. അപ്പം 3 മണിക്കൂറാണ് നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 മണിക്കൂർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 150 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 150 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫിസിക്സിൽ നിന്ന് നിങ്ങൾ 45 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. കെമിസ്ട്രിയിൽ നിന്ന് 30 ചോദ്യങ്ങളും മാത്തമാറ്റിക്സിൽ നിന്ന് 75 ചോദ്യങ്ങളുമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിനാണ്. കാരണം മാത്തമാറ്റിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഓരോ ശരി ഉത്തരങ്ങൾക്കും നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തെറ്റുത്തരമാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അത് ശരി ഉത്തരത്തിൽ നിന്നായിരിക്കും ആ 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ടോട്ടൽ 600 മാർക്കിനായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിലേക്ക് നമുക്ക് നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കീം എക്സാം ഒരു ദിവസം മാത്രമല്ല നടക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്ന പ്രകാരം 15 മുതൽ 21 വരെയാണ് നടക്കുന്നത്. അപ്പോൾ പല ഷിഫ്റ്റുകളിലായിട്ട് പല ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് നമ്മുടെ ഈ മാർക്ക് നിങ്ങൾക്ക് ഓരോ ഷിഫ്റ്റിലും അല്ലെങ്കിൽ ഓരോ ദിവസം എഴുതുന്ന കുട്ടികളുടെ മാർക്കുകൾ അവർ നോർമലൈസ് ചെയ്തിട്ട് പെർസെൻറ്റേജിലായിട്ടായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ സ്കോർ വരുന്നത്. സോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്ക് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പ്രിപ്പറേഷൻ എപ്പോൾ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം ബോർഡ് എക്സാം മാർച്ചിലോടുകൂടി കഴിയും. മാർച്ചിൽ ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏപ്രിൽ 15 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിനുശേഷമുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം 2026 കീം നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു കിടിലൻ പ്ലാനുമായിട്ട് സൈലൻ നിങ്ങൾക്ക് വേണ്ടി എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ JEE ഓർ കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ചാനലും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൈലം JEE ആൻഡ് കീം 2026 എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. സോ ഈ ചാനൽ ത്രൂ ആയിരിക്കും നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കുന്നത്. സോ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ പ്ലാനിന് വേണ്ടിയിട്ടും പ്രിപ്പറേഷന് വേണ്ടിയിട്ടും. സോ ഓൾ ദി ബെസ്റ്റ്.